സാത്താന്റേതായ എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൗശലങ്ങളും അമ്പയെ പരാജയപ്പെടുത്തിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രതിക്രിയാപരമായ മരണം എന്ന് പറയുന്നത്. മർത്യന്റെ മരണം പിശാച് ആഘോഷിക്കാൻ ശ്രമിക്കുമ്പോൾ അമൃത്യത്തിലേക്ക് നയിച്ച യഥാർത്ഥ അമരക്കാരനായ മന്ത്രിയായ മശികയായ മനുകുല പാലകനായ നമ്മുടെ മനുഷ്യ മനസ്സിന് നിത്യശാന്തിയും സമാധാനവും നൽകുന്ന ഒരു യേശു ക്രിസ്തുവായി അല്ലെങ്കിൽ ഒരു പകരക്കാരനായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നിത്യ മരണത്തിലൂടെ കടന്നു പോകേണ്ടവരെ അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് കടന്നു പോകേണ്ടവരെ, ദിശ തെറ്റി സഞ്ചരിക്കുന്നവർക്ക് നിത്യശാന്തി മനഃശാന്തി കൊടുത്തുകൊണ്ട്, മനസ്സമാധാനം കൊടുത്തുകൊണ്ട് സ്വർഗീയ ഭവനം യേശു ക്രിസ്തു ഈ പകരക്കാരന്റെ പ്രതിക്രിയ മരണത്തിലൂടെ നമുക്ക് വിഭാവനം പ്രതിനിധാനം ചെയ്യുന്നു. ഈ കർത്താവ് ആരാണ്? ഈ കർത്താവ് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച പ്രമുഖരായ അലക്സാണ്ടർ ചക്രവർത്തി, റോം കത്തിയെറിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയായിരുന്ന ഒരു സാഡിസ്റ്റായ മനുഷ്യൻ, ലോകത്തെ കിടുകിട വിറപ്പിച്ചതായ ഹിറ്റ്ലർ, അങ്ങനെ ചരിത്ര പ്രസിദ്ധരായ ആളുകൾ വിസ്മൃതിയിൽ ആണ്ടുപോയപ്പോൾ അവരെ മാറ്റിമറിച്ചുകൊണ്ട് ഉഗ്രപ്രതാപത്തോടു കൂടി ഉയർന്നു നിൽക്കുന്ന ഒരേ ഒരു നാമമാകുന്ന യേശു ക്രിസ്തുവിൻ നാമം, ആ നാമത്തിൽ ശ്രീ യേശു ക്രിസ്തുവിന്റെ നാമം